പാലക്കാട് ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. നെന്മാറയിൽ വീട് തകർന്നു. വിത്തനശ്ശേരി സ്വദേശി രാമസ്വാമിയുടെ വീടാണ് തകർന്നത്. മംഗലം ഡാം ചിറ്റടിയിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. എലപ്പുള്ളി മണിയേരിയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു. മണിയേരി സ്വദേശി രാമചന്ദ്രനും കുടുംബവും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആളിയാർ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്നതോടെ ചിറ്റൂർ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം സാജിദ് അജ്മലിലേക്കാണ്. സാജിദ്, കഴിഞ്ഞ ദിവസവും പാലക്കാട് ജില്ലയിൽ അതിശക്തമായ മഴയും കാറ്റും ഒക്കെ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. വ്യാപക നാശനഷ്ടമാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? അമൃത, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയാണ് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളത്. ഇന്നലെ രാത്രി വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നു. ഇത് കൂടാതെ അർദ്ധരാത്രിയിലും ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഇതിനാൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ തച്ചമ്പാറയിൽ ഒരു വീടിന് മുകളിലേക്ക് മരം വീഴുകയും വീട് തകർന്ന് 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സരോജിനി എന്ന 72-കാരിയും ഇവരുടെ കൊച്ചുമകൾ 22-കാരി അർച്ചനയ്ക്കുമാണ് പരിക്കേറ്റത്. പരിക്ക് സാരമുള്ളതല്ല. ഇവരെ തച്ചമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെന്മാറ വിത്തിനിശ്ശേരിയിൽ ലക്ഷം വീട് കോളനിയിലെ രാമസ്വാമി മുരുകമ്മ ദമ്പതികളുടെ ഒറ്റമുറി വീട് പൂർണ്ണമായി തകർന്നു. അർദ്ധരാത്രിയോടുകൂടിയാണ് ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഈ വീട് തകർന്നത്. ഇവർക്ക് ഈ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. മംഗലം ഡാം ഈ ചിറ്റടി റോഡിന് കുറുകെ മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇതുകൂടാതെ മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അട്ടപ്പാടി താവളത്ത് കൂറ്റൻ വൈദ്യുതി പോസ്റ്റ് തകർന്നു വീണു. ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും KSEB അവരുടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിനിടെയാണ് വീണ്ടും ഈ വൈദ്യുതി പോസ്റ്റുകൾ, അത് അട്ടപ്പാടിയിൽ വലിയ വൈദ്യുതി പോസ്റ്റാണ് തകർന്നിരിക്കുന്നത്. ഏറെ സമയമെടുത്ത് വേണ്ടിവരും ഇത് പൂർവ്വസ്ഥിതിയിൽ ആക്കാൻ. ഇതുകൂടാതെ ഈ മഴയിൽ അപകടങ്ങളും പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. കല്ലടിക്കോട് ഇന്ന് പുലർച്ചെ അപകടമുണ്ടായി. ഇതുകൂടാതെ ഈ കോങ്ങാടിന് സമീപത്ത് 9-ാം മൈലിലും പിക്കപ്പ് വാൻ തലകീഴായി മറിഞ്ഞു. ഈ നിരവധി ഡാമുകൾ ഉള്ള ജില്ല കൂടിയാണ് പാലക്കാട്. ഏതാണ്ട് എല്ലാ ഡാമുകളും തുറന്നിട്ടുണ്ട്. ഇന്നലെയാണ് പറമ്പിക്കുളം ഡാം തുറന്നു വിട്ടത്. ഈ തമിഴ്നാട്ടിലെ ഈ ഷോളയാർ ഡാം തുറന്നത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് ചിറ്റൂർ പുഴയിലേക്ക് മൂലത്തറ വഴി വെള്ളം കൂടുതലായി എത്തുന്നുണ്ട്. ഇത് ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ, മലമ്പുഴ, പോത്തുണ്ടി തുടങ്ങി എല്ലാ ഡാമുകളും തന്നെ തുറന്ന അവസ്ഥയിലാണ്. ഈ മഴ ശക്തമാകുന്നത് മുറയ്ക്ക് കൂടുതൽ വെള്ളം തുറന്നു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഈ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, പാലക്കാട് നിന്നുള്ള വിവരങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്.